ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലജിത. എൻ്റെ കൊച്ചു വിഭവവും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിന് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. മാത്രമല്ല നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് ആവിയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഒരുപോലെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അരമുറിയോളം സവാള കൊത്തിയരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. പുറകെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒരെണ്ണം അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് മല്ലിയിലയാണ്. പിന്നെ കുറച്ച് പൊടികളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികളാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂണോളം ടൊമാറ്റോ സോസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ് കേട്ടോ. ഇപ്പോൾ ഒരു 2 സ്പൂണോളം കടലമാവ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ. ഒത്തിരി തിക്കും അല്ല, അന്നായിട്ട് ഒരുപാട് ലൂസും അല്ല. ഈ ഒരു പരുവത്തിന് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഞാനിവിടെ മൈദ കുഴച്ച് ചപ്പാത്തി പരുവത്തിന് ആക്കി പരത്തി എടുത്തിട്ടുണ്ട്. എന്നാലും ഒരുപാട് തിക്കുമല്ല, ഒരുപാട് നൈസും അല്ലാത്ത രീതിക്കാണ് ഇപ്പോൾ പരത്തി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇതൊന്ന് നടുവേ കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാതെ തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഈ 2 സൈഡിലേക്കുമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം പതിയെ ഇതൊന്ന് റോള് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് റോള് ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത് തീരെ നൈസായിട്ട് പരത്തരുത് എന്ന് പറഞ്ഞത്. ഈ ചപ്പാത്തിക്ക് പരത്തുന്നത് തീരെ നൈസാകാതുകൊണ്ട് ഇച്ചിരി കട്ടിയിൽ പരത്തിയാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഇത് വെളിയിലേക്കൊക്കെ പോവാതെ സൂക്ഷിക്കുക. സൈഡ് വശം രണ്ടും ഒന്ന് പതുക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് ഇത് വെള്ളമൊന്നും തൊട്ട് കൊടുത്ത് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പതുക്കെ കൈകൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതങ്ങ് ഒട്ടിക്കോളൂ കേട്ടോ. ഇതാ ഇതുപോലെ. അതിനുള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് ഒരെണ്ണം ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റേതും കൂടെ ഞാൻ ചുരുട്ടി എടുത്തിട്ടുണ്ട്. ആവി കയറ്റാൻ എടുക്കുന്ന പാത്രം ഏതാണോ അതിലേക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് ആവി കയറ്റിയെടുക്കട്ടെ. നമ്മുടെ പലഹാരം ഇവിടെ ആവി കയറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 10-20 മിനിറ്റോളം ഞാൻ ആവിയിൽ വെച്ചു. കാരണം വെച്ചാൽ അകത്ത് അത് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ ഈ നമ്മുടെ ചപ്പാത്തി പുറമെയുള്ള റോളൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റോളം ഞാൻ ആവിയിൽ വേവിച്ചതിന് ശേഷമാണ് എടുത്തത് കേട്ടോ. ഇനി നമുക്ക് ഇത് ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഒരു കുഴപ്പവുമില്ല. അതല്ല എങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഗ്ലാമറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ കാണാൻ ഒരു ലുക്കൊക്കെ ഇല്ലേ. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഇച്ചിരൂടെ ഒരു ടേസ്റ്റി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം കുറച്ചും കൂടെ ഒരു ടേസ്റ്റി ആകും. നമ്മൾ ഈ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും കുട്ടികൾക്ക് സ്വാദുണ്ടെന്ന് പറഞ്ഞാലും അവർക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇനി ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ അത് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. ഒരുപാട് അങ്ങ് മൊരിയൊന്നും വേണ്ട. ഒരു വശം ചെറുതായിട്ട് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും മറുവശം കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കോരി മാറ്റാം കേട്ടോ. ഈ പലഹാരം ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവുകളും ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് ആവിയിൽ വേവിച്ച് അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാം. അല്ല എങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കഴിക്കാം. എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് കഴിച്ചപ്പോഴാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകാതെ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി.